നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ. ഇത് നിങ്ങളുടെ തീറ്റയാണ്. സുരേഷ് ഗോപി പറഞ്ഞ ഈ ഡയലോഗിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. മാധ്യമങ്ങൾ പറയുന്നു ഇത് ഞങ്ങളുടെ ജോലിയാണെന്ന്. അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നതാണോ ശരി, അതോ സുരേഷ് ഗോപി പറയുന്നതാണോ ശരി? എന്താണ് മാധ്യമങ്ങളുടെ ഈ തീറ്റ? ഇവരെന്തിനാണ് ഈ തീറ്റയ്ക്ക് വേണ്ടി ഇങ്ങനെ പരക്കം പായുന്നത്? അതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കാണുന്നതാണ് വാർത്താ ചാനലുകൾ തമ്മിലുള്ള ഈ കടുത്ത മത്സരം. കർണാടകയിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ നമ്മളത് കണ്ടു. വയനാട്ടിൽ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ കണ്ടു. അതുപോലെ ഇപ്പോൾ ഈ സിനിമാക്കാരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന വിഷയത്തിനിടയിലും നമ്മൾ ഇത് കണ്ടു. ഈ കടുത്ത മത്സരം. വാർത്താ ചാനലുകൾ ഇങ്ങനെ കടുത്ത മത്സരത്തിൽ ഏർപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ തീറ്റ തന്നെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഒരു വാർത്താ ചാനൽ നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ചെലവ്. രണ്ട്, ഇത് നടത്തുന്നതിനുള്ള ചെലവ് വഹിക്കുന്നതിന് വേണ്ടിയുള്ള വരുമാനം. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പൊതുജനത്തിന്റെ വലിയ തെറ്റിദ്ധാരണ മാറിക്കിട്ടുന്നതായിരിക്കും. ഒരു വാർത്താ ചാനലിന്റെ പ്രധാനപ്പെട്ട ചെലവെന്ന് പറഞ്ഞാൽ ഈ വാർത്തകൾ എയർ ചെയ്യുന്നതിന് സാറ്റലൈറ്റിന് കൊടുക്കുന്ന വാടകയാണ്. അതിനുശേഷം ഇതിലെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം. അതിനുശേഷം വാർത്തകൾ സമാഹരിക്കുവാൻ വേണ്ടി നടത്തുന്ന യാത്രകളും വണ്ടി വാടകകളും മറ്റ് ചെലവുകളുമാണ്. ഞാൻ പറഞ്ഞ വാർത്താ ചാനലുകളുടെ ചെലവ് ചുരുക്കമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു വാർത്താ ചാനൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഭീമമായ തുകയുടെ ആവശ്യമുണ്ട്. ഈ തുക കണ്ടെത്തുക എന്ന് പറയുന്നത് ഓരോ വാർത്താ ചാനലിന്റെയും പ്രധാനപ്പെട്ട ജോലിയാണ്. അതായത് സുരേഷ് ഗോപി പറഞ്ഞ തീറ്റയാണ് ഈ പറഞ്ഞ വരുമാനം എന്ന് പറയുന്നത്. പ്രധാനമായും 4 മാർഗങ്ങളിലൂടെയാണ് വാർത്താ ചാനലുകൾ തങ്ങളുടെ വരുമാനം കണ്ടെത്തുന്നത്. അതിൽ ഒന്നാമതായി ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് പരസ്യ വരുമാനമാണ്. രണ്ടാമതായി അവരുടെ വരുമാനം കിട്ടുന്നത് സബ്സ്ക്രിപ്ഷൻ വരുമാനമാണ്. അതായത് കേബിൾ ടിവികൾ ജനങ്ങളിലേക്ക് അവരുടെ ചാനൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ലഭിക്കുന്ന വരുമാനം. കേബിൾ ടിവികൾ ഒരു നിശ്ചിത തുക ഈ ചാനലുകൾക്ക് നൽകണം. എങ്കിൽ മാത്രമേ അവരുടെ ചാനലുകൾ കേബിൾ ടിവിക്കാർക്ക് പൊതുജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായി ഇവർക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പ് വരുമാനങ്ങളാണ്. നമ്മൾ വാർത്താ ചാനലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിലിരിക്കുന്ന ലാപ്ടോപ്പിലൊക്കെ പരസ്യങ്ങൾ എഴുതി ഒട്ടിച്ചിരിക്കുന്നത് കാണുമല്ലോ. അത് ആ ലാപ്ടോപ്പ് ആ കമ്പനിക്കാർ സ്പോൺസർ ചെയ്തിരിക്കുന്നതായിരിക്കും. അങ്ങനെ വിവിധ കാര്യങ്ങള്, വിവിധ ഉൽപ്പന്നങ്ങള് ചാനലിലേക്ക് സ്പോൺസർഷിപ്പ് ഇനത്തില് പല കമ്പനികളും എത്തിക്കാറുണ്ട്. നാലാമതായി ഇവർക്ക് പ്രധാനമായി ഉണ്ടാവുന്ന വരുമാനം സോഷ്യൽ മീഡിയ വരുമാനങ്ങളാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇവരുടെ ചാനലുകൾ ഓടിക്കിട്ടുന്ന വരുമാനം. ഈ 4 വരുമാന മാർഗങ്ങളില് 90% വരുമാനവും ലഭിക്കുന്നത് ഒന്നാമതായി പറഞ്ഞ പരസ്യ വരുമാനത്തിൽ നിന്നാണ്. അവിടാണ് പ്രധാനപ്പെട്ട ഒരു കളി നടക്കുന്നത്. ഈ പരസ്യ വരുമാനം ലഭിക്കണമെങ്കിൽ കടുത്ത മത്സരം ഈ രംഗത്ത് കാഴ്ചവെച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനുള്ള കാരണമാണ് ഇനി പറയുന്നത്. പരസ്യ കമ്പനികൾ തങ്ങളുടെ പരസ്യം ഒരു വാർത്താ ചാനലിന് നൽകണമെങ്കിൽ അവരുടെ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ്, അതായത് TRP ഹൈ ആയിരിക്കണം. എങ്കിൽ മാത്രമേ വലിയ തുകയ്ക്ക് ആ വാർത്താ ചാനലിന് പരസ്യം നൽകുകയുള്ളൂ. ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിൽ എന്ന സ്ഥാപനമാണ് ഈ ചാനലുകളുടെ TRP റേറ്റിംഗ് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. TRP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിലെ വാർത്താ ചാനലുകളെ എടുക്കുമ്പോൾ ദൈനംദിനമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഏത് ചാനലാണോ ആ ചാനൽ TRP റേറ്റിംഗിൽ ഒന്നാമതായി എത്തും. പരസ്യ കമ്പനികൾ വാർത്താ ചാനലിന് പരസ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ, അതായത് ഈ TRP റേറ്റിംഗ് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റിൽ ചെന്ന് മലയാളത്തിലെ ഏത് വാർത്താ ചാനലാണ് ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് ഉള്ളത്, അതായത് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വാച്ച് ചെയ്യുന്നത് ഏത് ചാനലാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ആ ചാനലിന് അവർ പരസ്യം നൽകാറുള്ളൂ. അങ്ങനെയുള്ള TRP റേറ്റിംഗ് കൂടി നിൽക്കുന്ന ചാനലിന് വലിയ തുകയ്ക്ക് പരസ്യം നൽകുവാൻ ഈ പരസ്യ കമ്പനികൾ തയ്യാറാകും. ഇപ്പോൾ കാര്യങ്ങൾക്ക് ഒരു വിധത്തിൽ വ്യക്തത വന്നു കാണും. അതായത് തങ്ങളുടെ വാർത്താ ചാനലിന്റെ TRP റേറ്റിംഗ് ഒന്നാം സ്ഥാനത്ത് പിടിച്ചു നിർത്തിയാൽ മാത്രമേ 90% വരുന്ന അവരുടെ പരസ്യ വരുമാനം അവരുടെ ചാനലിൽ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. തങ്ങളുടെ TRP റേറ്റിംഗ് ഒന്നാം സ്ഥാനത്ത് നിന്ന് മാറിയാൽ അടുത്ത ചാനലിൽ ആ TRP റേറ്റിംഗിലേക്ക് വരികയും ഇവർക്ക് ലഭിക്കേണ്ട പരസ്യ വരുമാനം മറ്റുള്ള ചാനലിലേക്ക് പോവുകയും ചെയ്യും.
അവർക്ക് ഒന്നാം സ്ഥാനത്ത് അവരുടെ TRP റേറ്റിംഗ് പിടിച്ചു നിർത്തണമെങ്കിൽ ആ ചാനലിലേക്ക് ഓഡിയൻസിനെ കൊണ്ടുവരണം. ആ ചാനലിലേക്ക് ഓഡിയൻസിനെ ധാരാളമായി കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ചൂടൻ വാർത്തകൾ എത്രയും പെട്ടെന്ന് അവരുടെ മുന്നിലെത്തിക്കണം. അതിനുള്ള പരക്കം പാച്ചിലാണ് ഈ വാർത്താ ചാനലുകൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സുരേഷ് ഗോപി പറഞ്ഞ ആ ഡയലോഗിലേക്ക് മടങ്ങി വരാം. ഇത് നിങ്ങളുടെ തീറ്റയാണ്, ഇത് നിങ്ങൾ വിറ്റ് കാശാക്കിക്കൂ. ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞതാണോ ശരി, അതോ പത്രപ്രവർത്തകർ ചെയ്തതാണോ ശരി? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പൊതുജനം ഇത് കൃത്യമായ രീതിയിൽ വിലയിരുത്തും, അതിന് യാതൊരു സംശയവുമില്ല.